സോ ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഹൈറ്റ് ഓഫ് ദ ടൈഡ്സ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, നമ്മൾ ഹൈറ്റ് ഓഫ് ദ ടൈഡ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, ഇഫ് ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ദി സൺ and this is earth, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് കിണറുകൾ നമ്മൾ കുഴിക്കുന്നു അല്ലേ? ഇമാജിൻ ചെയ്യാം. ഒന്ന് സൂര്യൻ വരുന്ന ഈ ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഒരു കിണറിൻ്റെ പൊസിഷൻ, ഒന്ന് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. ഇപ്പോൾ രണ്ടിലും ഉള്ള വാട്ടറിൻ്റെ ഹൈറ്റ്, ആ ഹൈറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഹൈറ്റ് ഡിഫറൻസ് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ഹൈ ടൈഡ് വരുമ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ നിരപ്പ് സ്വാഭാവികമായിട്ടും കുറച്ച് ഉയർന്നു നിൽക്കും. ആ ഹൈറ്റ് കൂടി നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ നിരപ്പ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലുള്ള പ്രഷറാണ്. ഈ സെൻറ്റർ പോയിന്റിലുള്ള പ്രഷർ, ഇത് ഇവിടെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറും ഈ കോളം വാട്ടർ കോളം ഇവിടെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറും സെയിം ആണെങ്കിൽ മാത്രമേ ഇത് ഈക്വിലിബ്രിയത്തിലാവുള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇപ്പോൾ നോർമലി ഇൻ ദി ഈക്വിലിബ്രിയം കണ്ടീഷൻ ദ പ്രഷർ അറ്റ് ദി സെൻറ്റർ പോയിന്റ് വിൽ ബി ദ സെയിം. അപ്പോൾ ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കുമുള്ള ഹൈറ്റ് വ്യത്യാസത്തിന് കാരണം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ സൂര്യൻ്റെ ആകർഷണ ബലം ഇങ്ങോട്ട് അഡീഷണൽ ആയിട്ടുണ്ട് അല്ലേ? സോ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് സം പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഡ്യൂ ടു ദ എർത്ത് ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഡ്യൂ ടു ദ സൺ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു ദ എർത്ത് ആൻഡ് ദ സൺ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന, മെഷർ ചെയ്താൽ കിട്ടുന്ന വാല്യൂം ഡിഫറൻ്റ് ആയിരിക്കും. അതായത് 1 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ G1 ഓഫ് R എന്നെടുത്തു. ഇവിടെ 2 എന്ന് പറയുന്ന ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ G2 ഓഫ് R എന്നെടുത്തു. എന്നാൽ G1 ഓഫ് R എന്ന് പറഞ്ഞാൽ, R എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാറും. എന്താ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. സോ ഇറ്റ് സിംപ്ലി റെപ്രസെൻറ്റ്സ് ആൻ ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ഈ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷനും ഇവിടെ നെറ്റ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും കൊണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ ഈ പോയിന്റിലെയും ഈ പോയിന്റിലെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടും സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ്റെയും വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും. G1 ഓഫ് R വിൽ നോട്ട് ബി ഈക്വൽ ടു G2 ഓഫ് R. ഇവിടെ സൂര്യൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കാണ്. ഇവിടെ ഈ പോയിന്റിലെ സൂര്യൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ടുവേഴ്സ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ എർത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ വെച്ച് നോക്കുമ്പോൾ, സോ ദർ വിൽ ബി എ നെറ്റ് ഫീൽഡ്, നെറ്റ് ആക്സലറേഷൻ ടുവേഴ്സ് ദ സെൻറ്റർ. നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. എർത്തിൻ്റെ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് ഇവിടെ വെച്ച് വിത്ത് റെസ്പെക്ട് ടു ദ എർത്ത് ഇറ്റ് വിൽ എക്സ്പീരിയൻസ്, ദിസ് പോയിന്റ് വിൽ എക്സ്പീരിയൻസ് ആൻ ആക്സലറേഷൻ ടുവേഴ്സ് ദ സെൻറ്റർ ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി സൺ. സോ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. നൗ അപ്പോൾ ഇവിടെ G1 ഓഫ് R വിൽ നോട്ട് ബി ഈക്വൽ ടു G2 ഓഫ് R. അതാണ് ഈ രണ്ട് പോയിന്റിലുള്ള ഹൈറ്റ് ഡിഫറൻസിന് കാരണമാകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഹൈറ്റ് നമ്മൾ H1 എന്നെടുത്തു, ഇവിടെയുള്ള ഹൈറ്റ് H2 എന്നെടുത്തു. H1 മൈനസ് H2നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡെൽറ്റ H എന്നെടുത്തു. ഇഫ് ദിസ് ഹൈറ്റ് ഡിഫറൻസ് ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സൺ, നമുക്ക് ഡെൽറ്റ H ഇൻറ്റു എസ് എന്നെടുക്കാം. അതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയത്. 3/2 ഇൻറ്റു MS, മാസ് ഓഫ് ദ സൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി എർത്ത്, ഇൻറ്റു റേഡിയസ് ഓഫ് ദി എർത്ത് ബൈ separation RS. RS is a separation between the earth and the sun. This distance is RS, RE by RS all cube into radius of the earth.
ഇതിലെ മാസ് ഓഫ് ദ സൺ എന്ന് പറയുന്നത് 1.99 ഇൻറ്റു 10⁻³ ഗ്രാം, ഗ്രാമിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മാസ് ഓഫ് ദി എർത്ത് ഈസ് 5.98 ഇൻറ്റു 10⁻27 ഗ്രാം. സെപ്പറേഷൻ ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് ദി സൺ 1.49 ഇൻറ്റു 10⁻13 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദി എർത്ത് ഈസ് 6.37 ഇൻറ്റു 10⁸ സെൻറ്റിമീറ്റർ. എല്ലാം CGS യൂണിറ്റിലാണ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റിലെ ക്ലിപ്നറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. We will get delta HS. The height difference between the tides during the tide is delta HS is equal to 24 centimeter. അപ്പോൾ ഇനി നമ്മളിത് മൂണിൻ്റെ കേസിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ, മൂണിൻ്റെ കേസിലാകുമ്പോൾ ഡെൽറ്റ HSന് പകരം ഡെൽറ്റ HM എന്ന് മാർക്ക് ചെയ്തു. ഇക്വേഷൻ ഈസ് ദ സെയിം, 3/2 ഇൻറ്റു മാസ് ഓഫ് ദ മൂൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി എർത്ത്, radius of the earth divided by separation between the earth and the moon, all cube into radius of the earth. Mass of the moon എന്ന് പറയുന്നത് 7.34 ഇൻറ്റു 10⁻25 ഗ്രാം, വളരെ കുറവാണ് സൂര്യനേക്കാളും അല്ലേ. റേഡിയസ് ഓഫ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് മൂൺ ഈസ് 3.84 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ. സോ ഡെൽറ്റ HMൻ്റെ വാല്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്തു. സോ ദേ ഗോട്ട് ഇറ്റ് ആസ് 53.5 സെൻറ്റിമീറ്റർ. അപ്പോൾ സണ്ണിൻ്റെ കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റിനേക്കാളും കൂടുതൽ എഫക്റ്റാണ് എന്തിനുണ്ടാവുന്നത്, മൂണിൻ്റെ കേസിലുണ്ടാവുന്നത്. പക്ഷേ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡാണ് സ്ട്രോങ്ങർ. മൂൺ എർത്തിനേക്കാളും അടുത്താണ്. ദിസ് ഇസ് എർത്ത് ആൻഡ് ദിസ് ഈസ് ദ മൂൺ. സേ ദിസ് ഈസ് ദ മൂൺ ആൻഡ് സേ ദിസ് ഈസ് ദ സൺ. സൺ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ, സൺ ഈസ് വെരി ബിഗ്. അപ്പോൾ ഇവിടെ സണ്ണ് പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്, 15 കോടി കിലോമീറ്ററാണ്. ഇതോ ഈ ഡിസ്റ്റൻസോ 3,86,000 കിലോമീറ്റർ ഉള്ളൂ. 3.86 ഇൻറ്റു 10⁻10 84 എന്ന് എഴുതിയിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, പക്ഷേ ഈ ഡിസ്റ്റൻസ് വരുന്നത് എവിടെയാ, RM. ദാറ്റ് കംസ് ഇൻ ദ ന്യൂമറേറ്റർ. RM അല്ല വരുന്നത്, എന്താ വരുന്നത്, RM³ വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ ഈ ഡെൽറ്റ HMൻ്റെ വാല്യൂ വ്യത്യാസം കുറയും. അപ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ആ ഡെൽറ്റ HMൻ്റെ വാല്യൂ കൂടും. സോ ഇതാണ് ഇതിൻ്റെ റീസൺ. ഈ RSൻ്റെ വാല്യൂ വളരെ അടുത്താണ് എന്നുള്ളത് കൊണ്ടാണ് ഈ എക്സ്പ്രഷനിൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു സിസ്റ്റംസ് കം ഇൻ ടു പ്ലേ an important role, because the denominator comes as R³. We see that the moon's effect is about twice as large as the sun's, even though the sun's gravitational field of the earth is 200 times stronger than the moon's. The reason is that tidal force depends on the gradient of gravitational field. Okay, this is an important point. The moon is so close that its gravitational field varies considerably across the earth, whereas the field of the distant sun is more nearly constant. അപ്പോൾ ഇവിടെ എർത്ത് എന്ന് പറയുന്ന ഈ വലിയ ഓബ്ജക്റ്റിന്, ഈ പ്ലാനറ്റിൻ്റെ ഈ എൻഡിലുള്ള സണ്ണ് പ്രയോഗിക്കുന്ന ആകർഷണ ബലവും ഈ എൻഡിൽ സണ്ണ് പ്രയോഗിക്കുന്ന ആകർഷണ ബലവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് FS1, ഇവിടെ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് FS2. സോ ഓഫ് കോഴ്സ് ദേ വിൽ നോട്ട് ബി സെയിം. പക്ഷെ ഇവിടെ നോക്കി 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 12,800 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം 10,000 കിലോമീറ്ററിനുള്ളൂ. 15 കോടിയും 10,000വും. അപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഏകദേശം സെയിം ആയിരിക്കും. അതേസമയം മൂൺ എന്ന് പറയുന്നത് 3,86,000 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവിടെ ഈ എൻഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും ഈ എൻഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഈ ഡിഫറൻസ് ആണ് യഥാർത്ഥത്തിൽ എന്തിന് കാരണമാകുന്നത്, ഈ ടൈഡൽ ഫോഴ്സിന് കാരണമാകുന്നത്. അതാണ് ഇവിടെ വരുന്നത് ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അടുത്ത ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഓരോ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലായിടത്തും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സെയിം ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് കോൺസ്റ്റന്റ് അലോങ് ദാറ്റ് സർഫസ്. ദർ ഈസ് നോ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അതേസമയം ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ദർ ഈസ് എ ഗ്രേഡിയൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ
ഫീൽഡ്. ഗ്രേഡിയൻ്റ് ഡൈവേർജൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. കഴിഞ്ഞ പ്രാവശ്യം മാത്തമാറ്റിക്സ് ബേസിക് വെക്ടേഴ്സിൻ്റെ ബേസിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സൂര്യൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്ന വേലിയേറ്റത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർമൽ സർഫസിൽ നിന്നും അല്ല മറ്റേ വേലിയേറ്റ സമയത്ത് വാട്ടർ ലെവലിൽ ഉണ്ടാകുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് എസ് ആണ്. ഓക്കെ, മൂണിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാവുന്നത് ഡെൽറ്റ എച്ച് എം ആണ്. ഓക്കെ, ഇപ്പം സേ ദിസ് ഈസ് ദ എർത്ത്. സൺ ഇതാ ഇവിടെ, മൂൺ ഇതാ ഇവിടെ വരുന്നു. അതേ ഡയറക്ഷനിൽ തന്നെ, അതേ സൈഡിൽ തന്നെ വളരെ ഡിസ്റ്റൻസിൽ എന്ത് വരുന്നു? സൺ വരുന്നു. സൺ ഇവിടെ ഉണ്ടാക്കുന്ന ഹൈറ്റ് ഡെൽറ്റ എച്ച് എസ്. മൂൺ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ സണ്ണ് ഡെൽറ്റ എച്ച് എസ് ഉണ്ടാകും. സൺ ഇവിടെ ഇല്ലെങ്കിൽ മൂൺ മാത്രം ഉണ്ടാക്കുന്നത് ഡെൽറ്റ എച്ച് എം. ഇപ്പോൾ രണ്ടും കൂടി ഒരേ സൈഡിൽ വരുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന നെറ്റ് ഹൈറ്റ് ഡിഫറൻസ് എന്തായിരിക്കും? ഡെൽറ്റ എച്ച് എസ് പ്ലസ് ഡെൽറ്റ എച്ച് എം. അപ്പോൾ ഈ നോർമൽ ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ ജലനിരപ്പ് ഈ കേസിൽ ഉയരും. സണ്ണും മൂണും ഭൂമിയുടെ ഒരേ വശത്ത് വരുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുക. സ്പ്രിംഗ് ടൈഡ് എന്ന് പറയും. അപ്പോൾ ഈ വേലിയേറ്റം അല്ലെങ്കിൽ ടൈഡിൻ്റെ ഹൈറ്റ് ഇത്രയും കൂടുന്നത് ഈ കണ്ടീഷനിൽ മാത്രമല്ല, വേറൊരു കേസിലും കൂടി ഇതേപോലെ വരും. എപ്പോഴാണെന്നറിയോ? എർത്ത് ദാ ഇവിടെ, ഓക്കെ, മൂൺ ദാ ഈ സൈഡിൽ, സണ്ണ് ഇങ്ങേ സൈഡിൽ. ഇപ്പോഴും എന്താ ഉണ്ടാവുക? ഒരേ ലൈനിലാണ്, ഏകദേശം ഒരേ ലൈനിലാണ് എന്ത് വരുന്നത്? ഒരേ പോലെയാണ്, ഒരേ പ്ലെയിനിൽ വരുന്നു. എർത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മൂണും സണ്ണും വരുന്നു. ഈ കേസിലും ഡെൽറ്റ ഹൈറ്റ് എന്ന് പറയുന്നത്, ടൈഡൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് എസ് പ്ലസ് ഡെൽറ്റ എച്ച് എം ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡ്, ഈ രണ്ട് കണ്ടീഷനെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുക. സ്പ്രിംഗ് ടൈഡിൽ ഒന്നുകിൽ എർത്തിൻ്റെ ഒരേ വശത്ത് തന്നെ രണ്ട് എർത്തും സണ്ണും വരും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വശങ്ങളിൽ വരും. ആ കേസുകളിലാണ് സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇവിടെ സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവും, ഇവിടെ ടൈഡ് ഉണ്ടാവും, ഹൈ ടൈഡ് ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവുന്ന ലോ ടൈഡാണ്. ഈ പോയിന്റുകൾ ഉണ്ടാവുന്ന ലോ ടൈഡാണ്. അപ്പോൾ എ, ബി, സി, ഡി എന്ന് നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എയിലും ഡിയിലും, എയിൽ ഹൈ ടൈഡ് ഉണ്ടാവുമ്പോൾ ഡിയിലും ഹൈ ടൈഡ് ഉണ്ടാവും. പക്ഷെ ബിയിലും സിയിലും എന്താ ഉണ്ടാവുക? ലോ ടൈഡാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നോക്കുക. Say the moon is here. ഇപ്പോൾ മൂൺ ഇവിടെയാണെങ്കിൽ മൂൺ ഇവിടെ ഹൈ ടൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇവിടെ എന്തുണ്ടാക്കുന്നു? ലോ ടൈഡ് ഉണ്ടാക്കുന്നു. Now, say the sun is like this. സണ്ണിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് വിചാരിക്കുക. സണ്ണിൻ്റെ പൊസിഷൻ say it is here. സൺ എന്താ ചെയ്യുന്നത്? ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൈ ടൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കും, ഇവിടെ ഹൈ ടൈഡ് ഉണ്ടാവും, ഈ രണ്ട് സൈഡിൽ എന്തുണ്ടാവും? ലോ ടൈഡ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ നോക്കുക. സോ ഞാൻ ആ ചിത്രം വരച്ചതിൽ സണ്ണ് പോലെ വരച്ചു. അത് ആക്ച്വലി ഇറ്റ് ഈസ് ഇന്റർനെറ്റ് ഫോർ മൂൺ. സൺ ഇവിടെ ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ ഹൈ ടൈഡ് ഉണ്ടാക്കുന്നു, ഇവിടെ ഹൈ ടൈഡ് ഉണ്ടാക്കുന്നു, ഇവിടെ ലോ ടൈഡും ഇവിടെ ലോ ടൈഡും ഉണ്ടാക്കുന്നു. നൗ സേ മൂൺ ഈസ് ഹിയർ. മൂൺ എന്താ ശ്രമിക്കുന്നത്? മൂൺ ഇവിടെ ലോ ടൈഡ് ഉണ്ടാക്കാനും ഇവിടെ ഹൈ ടൈഡ് ഉണ്ടാക്കാനും ശ്രമിക്കും. ഓക്കെ,
അപ്പോൾ ഈ മൂണും സണ്ണും ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഒന്നിൻ്റെ ഹൈ ടൈഡിനെ കുറയ്ക്കാൻ വേണ്ടി അടുത്ത സെലസ്റ്റിയൽ ഓബ്ജക്റ്റ് ശ്രമിക്കും. അതായത് ഡെൽറ്റ എച്ച് എസ് ഫോർ റിസൾട്ടൻറ്റ് ഹൈറ്റ് ഓഫ് ദ ടൈഡ്. ഏതായാലും മൂണിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇവിടെ ടൈഡ് കൂടുക. അപ്പോൾ റിസൾട്ടൻറ്റ് എഫക്റ്റ് ഈസ് ലൈക്ക് ദിസ്: ഡെൽറ്റ എച്ച് എസ് മൈനസ് ഡെൽറ്റ എച്ച് എം മൈനസ് ഡെൽറ്റ എച്ച് എസ്. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി the tide. That is called neap tide. എർത്തിനെ അടിസ്ഥാനമാക്കി മൂണും സണ്ണും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുമ്പോൾ ആണ് നമ്മൾ നീപ്പ് ടൈഡ് ഉണ്ടാവുക. അല്ലാത്ത കേസിൽ ഒരേ ഡയറക്ഷൻ ഒരേ ലൈനിൽ വരുമ്പോൾ, ഒരേ പ്ലെയിനിൽ ഏകദേശം വരുമ്പോൾ, ഒരു ലൈനിൽ വരുമ്പോൾ നമുക്കതിനെ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയും. അപ്രോക്സിമേറ്റ്ലി സെയിം ലൈൻ കേട്ടോ, അല്ലെങ്കിൽ ഒരു സെയിം സൈഡിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോ വരുമ്പോൾ. So spring tide in the case, the resultant height is delta hm plus delta hs. This is this plus this. Neap tide in the case, delta hm minus delta hs. So this value is approximately 3. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എർത്ത് എന്ന് പറയുന്നത് ഒരു ആക്സലറേറ്റിംഗ് ഫ്രെയിം അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു സൈഡിൽ മാത്രമേ ടൈഡ് ഉണ്ടാവുള്ളൂ. As it is accelerating towards the center of the sun, ഇത് രണ്ട് സൈഡിലും ടൈഡ് ഉണ്ടാവുന്നതിന് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, നമ്മളിവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞ് തുടങ്ങിയത്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ഹൈറ്റ് ഓഫ് ദ ടൈഡ്സിനെ കുറിച്ച് പറഞ്ഞു, എർത്ത് ഒരു ആക്സലേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുന്ന ഒരാൾക്കുണ്ടാവുന്ന ഒബ്സർവേഷനെ കുറിച്ച് പറഞ്ഞു, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുന്ന ഒരാളിൽ ഉള്ള എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം, ഒരു ആക്സലറേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരാൾ നിൽക്കുമ്പോൾ ആക്സലറേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുന്ന ഒരാൾ ഒരു ബോൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അയാൾക്കത് താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതേസമയം ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകുന്നതായിട്ട് തോന്നും. ആക്സലേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുന്ന ഒരാൾ ജി ആക്സലേഷനോട് കൂടിയാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ അയാൾക്ക് തോന്നുന്നത് ജി ആക്സലേഷനോട് കൂടി അയാൾ ഡ്രോപ്പ് ചെയ്യുന്ന ഓബ്ജക്റ്റ് താഴേക്ക് വരുന്നതായിട്ട് തോന്നും. സോ ഹി കാനോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ടു. ഇപ്പോൾ ലോക്കലി ഹി കാനോട്ട് ഡിസ്റ്റിങ്വിഷ്. പക്ഷേ നമുക്ക് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാറുകളെയൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനേർഷ്യൽ ആണോ ആക്സലേറ്റിംഗ് ഫ്രെയിം ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ലോക്കൽ നമ്മൾ പറഞ്ഞു. Now we have a number of experimental investigations of the principle of equivalence. Since in spite of its apparent simplicity, far-reaching conclusions follow from it. For example, the principle of equivalence demands that gravitational force be strictly proportional to the inertial mass. ഇതെങ്ങനെയാണ് നമ്മൾ പിന്നീട് നമ്മൾ കാണും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ മാസ് ഈസ്. An alternative statement is that the ratio of the gravitational mass to the inertial mass must be the same for all matter, where gravitational mass is the mass which enters the gravitational force equation, and the inertial mass is the mass which appears in the Newton's second law. Now, suppose we have an object having mass m1. We apply a force F1 on it, and if it moves with an acceleration a1, so we have the relation force F1 is equal to mass m1 into a1. ഇവിടെ വരുന്ന ഈ മാസാണ് നമ്മൾ ഇനേർഷ്യൽ മാസ് എന്ന് പറയാം. ഈ ഇനേർഷ്യൽ മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം?
Now suppose you apply the same force F1 on an object having mass m2, and the m2 is the mass of the object, and suppose the object is getting accelerated by an amount a2. Okay, so F1 എന്ന് പറയുന്ന സെയിം ഫോഴ്സ് തന്നെ വേറൊരു ഒബ്ജക്റ്റിൽ കൊടുത്തു, അതിൻ്റെ മാസ് m2 ആയിരുന്നു, വേറൊരു മാസമുള്ള ഒബ്ജക്റ്റ്, അതിൻ്റെ മാസിനെ നമുക്ക് m2 എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് അതിൻ്റെ ആക്സലേഷൻ നമ്മൾ മെഷർ ചെയ്തു a2. ആദ്യത്തെ ആക്സലേഷൻ a1. ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. m1 a1 ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു a2. സോ m2 ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു a1 ബൈ a2. അപ്പോൾ ഈ ഒന്നാമത്തെ മാസം നമ്മൾ ഡിഫൈൻഡ് ആണെങ്കിൽ, ഏത് മാസമാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ, അതിലൊരു ഒരേ എമൗണ്ട് ഓഫ് ഫോഴ്സുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആക്സിലറേഷൻസ് മെഷർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ the second mass m2 will be equal to the mass of m1 into acceleration of m1 divided by acceleration of m2, that is a1 by a2. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ മാസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇനേർഷ്യൽ മാസ് എന്ന് പറയാം. നേരെ മറിച്ച് what is the gravitational force between two bodies? m1 മാസുള്ളൊരു ബോഡി, m2 മാസുള്ളൊരു ബോഡി, അത് തമ്മിലുള്ള സെപ്പറേഷൻ r, അത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F is equal to minus g into m1 m2 divided by r squared into r cap. So this is a force between two bodies. ഇപ്പോൾ ഇവിടെ വരുന്ന ഈ മാസിനെയാണ് നമ്മൾ, ഈ ഇക്വേഷനിൽ വരുന്ന കൺസിഡർ ചെയ്യുന്ന മാസിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയാം. ഇത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? നമ്മുടെ സാധാരണഗതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മാസ്, സ്റ്റാൻഡേർഡ് മാസ് വെക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾക്ക് അൺനോൺ ആയിട്ടുള്ള മാസ് വെക്കുന്നു. ഇവിടെ ഈ സ്റ്റാൻഡേർഡ് മാസിൻ്റെ വാല്യൂ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നു. ഒരു പർട്ടിക്കുലർ പൊസിഷനിലെത്തുമ്പോൾ ഈ ബാർ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. ബാർ എപ്പോഴാണ് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുക? ഇതിൻ്റെ മുകളിൽ എർത്ത് പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇതിൻ്റെ മുകളിൽ എർത്ത് പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്താവുമ്പോൾ? തുല്യമാകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എർത്ത് പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? നമുക്കതിനെ F1 എന്ന് വിളിക്കാം. F1 ഈസ് ഈക്വൽ ടു, ഈ മാസിനെ ഞാൻ സ്റ്റാൻഡേർഡ് മാസാണ്, അതിനെ ഞാൻ m1 എന്ന് വിളിക്കുന്നു. ഇതിനെ m2 ആണ്. F1 ഈസ് ഈക്വൽ ടു എർത്തിൻ്റെ മാസ് g ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു m1 ബൈ r സ്ക്വയർഡ്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. രണ്ടാമത്തിന് മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സോ സെയിം ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ബാലൻസ് ചെയ്യുള്ളൂ. സോ F1 ഈസ് ഈക്വൽ ടു g ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു m2 ബൈ r സ്ക്വയർഡ്. രണ്ടും എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, ഒരേ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നിൽക്കുന്നത്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഫോഴ്സുകൾ തുല്യമാണെങ്കിൽ m1 ഈസ് ഈക്വൽ ടു m2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ മാസ് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു ഓബ്ജക്റ്റിൻ്റെ നോക്കാം. ഇവിടെ ഒരു ഓബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ മാസും ഇനേർഷ്യൽ മാസും ഡിഫറൻ്റ് ആണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് നോക്കാം. ഒരു ഓബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയുന്നത് mgr ആണ് വിചാരിക്കുക. mgr. അതിൻ്റെ ഇനേർഷ്യൽ മാസ് m ഇനേർഷ്യൽ, m സഫിക്സ് gr ആണ്. ഗ്രാവിറ്റേഷൻ എന്നുള്ളതിൻ്റെ gr ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്.
ഇനേഷ്യൽ മാസ് എം ഇനേഷ്യൽ ആണെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ m0 ഗ്രാവിറ്റേഷണൽ മാസ് ഉള്ള ഒരു ഓബ്ജക്റ്റുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നു ഈ ബോഡി. അതിൻ്റെ ഇനേഷ്യൽ മാസ് എം ഇന്നാണ്, ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറഞ്ഞാൽ mgr ആണ്. സപ്പോസ് ദിസ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ആൻ ഓബ്ജക്റ്റ് ഹാവിങ് ഗ്രാവിറ്റേഷണൽ മാസ് m0. സേ എർത്ത് ആണെന്ന് വിചാരിക്കുക, എർത്തിൻ്റെ മാസാണ് m0 എന്ന് വിചാരിക്കുക. സോ എങ്ങനെ എഴുതാം? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് F is equal to -g m0 into mgr by r cap by r squared. So this is the force. ഈ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്ടന്റെ നിയമം അനുസരിച്ച് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇനേർഷ്യൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ എഴുതാം. അപ്പോൾ ഇത് ഈ ഓബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറഞ്ഞാൽ mgr ആണ്. അപ്പോൾ അതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് -g m0 mgr by r squared into r cap ആയിരിക്കും. ന്യൂട്ടന്റെ ലോ അനുസരിച്ച് ഇതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് F ആണെങ്കിൽ അതിൻ്റെ ഇനേർഷ്യൽ മാസ് m ഇനേർഷ്യ ആണെങ്കിൽ നമുക്കതിനെ ഇൻറ്റു എ എന്ന് എഴുതാം. മാസ് ഇൻറ്റു ആക്സലേഷൻ എഴുതി. ആ മാസ് ഇൻറ്റു ആക്സലേഷൻ എഴുതുമ്പോൾ വരുന്ന മാസ് എന്തായിരിക്കും? ഇനേർഷ്യൽ മാസ് ആയിരിക്കണം. ഓക്കെ, ദെൻ ആക്സലറേഷൻ ഈസ് വാട്ട്? ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -g m0 by r squared. ഈ ആക്സലേഷൻ കിട്ടണമെങ്കിൽ m നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ ഇവിടെ mgr ഉണ്ട്, ഡിവൈഡഡ് ബൈ m എന്ന് വരും. സോ m ഗ്രാവിറ്റേഷണൽ ഡിവൈഡഡ് ബൈ m ഇനേർഷ്യൽ ഇൻറ്റു r cap. That is this equation. ഓക്കെ, ഇതിൽ mgr by m മിനിമം എന്ന് പറയുന്നത് ഓബ്ജക്റ്റുകൾക്ക് വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കുക. ഓബ്ജക്റ്റുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ അതായത് ഇനേർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും വ്യത്യാസമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ എടുത്തു, അതിൻ്റെ ഇനേർഷ്യൽ മാസ് എന്ന് പറയുന്നത് m ഇനേർഷ്യലാണ്. m ഇനേർഷ്യലാണ് അതിൻ്റെ ഇനേർഷ്യൽ മാസ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത്, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയുന്ന വേണമെങ്കിൽ കോപ്പറിൻ്റെ ഒരു ബോൾ എടുത്തു വിചാരിക്കുക. അതിൻ്റെ മാസം ഇനേർഷ്യൽ മാസം m ഇനേർഷ്യലാണ്. നമ്മുടെ അസംഷൻ എന്താണ്? ഹൈപ്പോത്തീസിസ് എന്താണ്? m ഇനേർഷ്യൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം m ഗ്രാവിറ്റേഷൻ mgr. നമ്മൾ ഇതേ ഇനേർഷ്യൽ മാസ് ഉള്ള വേറൊരു ഓബ്ജക്റ്റ് എടുക്കുന്നു. സോ വി ആർ ടേക്കിംഗ് അനദർ ഓബ്ജക്റ്റ്. m ഇനേർഷ്യൽ എന്താണ്? രണ്ടിൻ്റെ സെയിം ആണ്. അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mgr m-gr. രണ്ടിൻ്റെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സസ് ഡിഫറൻ്റ് ആണ്. ആക്സലേഷൻ്റെ എക്സ്പ്രഷനിൽ mgr by mn ഉണ്ട് അല്ലേ? നമുക്കൊരു കേസിൽ വിചാരിക്കുക, ഈ ഒന്നാമത്തെ ഓബ്ജക്റ്റിൻ്റെ കേസിൽ mgr ഡിവൈഡഡ് ബൈ m മിനിമം ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഓബ്ജക്റ്റിൻ്റെ കേസിൽ m-gr ഡിവൈഡഡ് ബൈ m മിനിമം ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ ഒരേ ഇനേർഷ്യൽ മാസ് ഉള്ള രണ്ട് ഓബ്ജക്റ്റുകളാണ്, പക്ഷെ രണ്ടിൻ്റെയും എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ മാസുകൾ ഡിഫറൻ്റ് ആണ്. ഇനേർഷ്യൽ മാസ് രണ്ടിൻ്റെയും സെയിം ആണ്, പക്ഷേ ഗ്രാവിറ്റേഷണൽ മാസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, ഈ കേസിൽ ആക്സലറേഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് m ഇൻറ്റു എ ഈക്വേഷൻ അനുസരിച്ച് നമുക്ക് എഴുതാം. a ഇസ് ഈക്വൽ ടു -g m0 ഡിവൈഡ് ബൈ r സ്ക്വയർ ഇൻറ്റു mgr ബൈ m മിനിമം ഇൻറ്റു r. ഒന്നാമത്തെ ബോഡിയുടെ കേസിൽ ആക്സലറേഷൻ a1 ഇസ് ഈക്വൽ ടു g m0 ഡിവൈഡ് ബൈ r സ്ക്വയർഡ് ഇൻറ്റു r ക്യാപ് എന്ന് കിട്ടി. ബിക്കോസ് mgr ബൈ m ഈസ് ഈക്വൽ 1 ആണ്. രണ്ടാമത്തെ ബോഡിയുടെ കേസിൽ ഇതെന്താ കിട്ടുക?
A2 is equal to mgr by mn is equal to 2 ആ കിട്ടുന്നത് 2g m0 by r squared into r cap. അതായത് ഒരേ ഇനേർഷ്യൽ മാസ് ഉള്ള രണ്ട് ഓബ്ജക്റ്റുകൾ എർത്തിന്റെ സർഫസിൽ രണ്ടിനും ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. So the equivalence principle requires mgr by mn to be the same for all objects, since otherwise it would be possible to distinguish locally between a gravitational field and acceleration. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് എന്ന് പറഞ്ഞ് വയലേറ്റ് ചെയ്യപ്പെടും. ഫോർ ഇൻസ്റ്റൻസ്, സപ്പോസ് ദാറ്റ് ഫോർ ഓബ്ജക്ട് എ mg by mr is twice as large as that for object b. എ എന്ന് പറയുന്ന ഓബ്ജക്റ്റിന്റെ mgr by mn എന്ന് പറയുന്നത് 2 ആണ്. എ എന്ന് പറയുന്ന ഓബ്ജക്റ്റിന്റെ mgr by mn എന്ന് പറയുന്നത് 1 ആണ്. അതായത് mgr by mn ഗ്രാവിറ്റേഷണൽ മാസ് ഡിവൈഡഡ് ബൈ ഇനേർഷ്യൽ മാസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓബ്ജക്റ്റിന്റെ ഇത് ബി എന്ന് പറയുന്ന ഓബ്ജക്റ്റിനേക്കാളും ഇരട്ടിയാണ്. ഓക്കെ, രണ്ടിന്റെയും ഇനേർഷ്യൽ മാസ് സെയിം ആണ്. ഓക്കെ, ഇനേർഷ്യൽ മാസ് സെയിം ആണ്. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുന്നു. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഈ ഓബ്ജക്റ്റുകളെ നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഒന്നിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മറ്റൊന്നിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും ഇരട്ടിയാണ് ഒന്നെങ്കിൽ ഒന്നിന്റെ ആക്സലേഷൻ എയും മറ്റൊന്നിന്റെ ആക്സലേഷൻ എ ഡാഷുമാണ് അല്ലേ? അപ്പോൾ ഒന്നിന് മറ്റൊന്നിനേക്കാളും ഇരട്ടി ആക്സലേഷൻ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉണ്ടാവും. ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ ഒരു ഇതിൽ വെച്ച് നടത്തുന്നു വിചാരിക്കുക, ലിഫ്റ്റിൽ വെച്ച് നടത്തുന്നു. ലിഫ്റ്റ് ഈസ് ആക്സലറേറ്റിംഗ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സലേഷൻ എ. രണ്ട് ഓബ്ജക്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട്, ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ എല്ലാ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒക്കെ ഒഴിവാക്കുന്നു. നോ ഫീൽഡ് ഈസ് ദർ, ഗ്രാവിറ്റേഷണൽ ഫീൽഡോ കാര്യങ്ങളൊന്നുമില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് അനുസരിച്ച് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണോ അതേ ആക്സലേഷനോട് കൂടി താഴേക്ക് അതേ ആക്സലേഷനോട് കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്ന മൂവ് ചെയ്യുന്ന ഒരു ലിഫ്റ്റിൽ ഇരുന്നിട്ട് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണോ ആക്സലേഷൻ കൊണ്ടാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഒന്നിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലും മറ്റേതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറവുമാണ്, ഗ്രാവിറ്റേഷൻ മാസ് കുറവുമാണ്. ഇതിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഒബ്ജക്റ്റുകൾ 1നെയും 2നെയും ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ദി സിസ്റ്റം ഈസ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സലേഷൻ എ, രണ്ടും ഒരേ ആക്സലേഷനോട് കൂടി താഴേക്ക് പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. അതായത് ഡിഫറൻറ്റ് ഗ്രാവിറ്റേഷണൽ മാസ് ഉള്ള ഓബ്ജക്റ്റുകൾ ഈ ലിഫ്റ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും രണ്ടും ഒരേ ആക്സലേഷനോട് കൂടി താഴേക്ക് പോകുന്നതായിട്ട് തോന്നും, ബിക്കോസ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സലേഷൻ. അതേസമയം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ഏതാണോ ഗ്രാവിറ്റേഷണൽ മാസ് കൂടുതലുള്ളത്, ഒന്നിൻ്റെ ഗ്രാവിറ്റേഷൻ മാസ് കൂടുതലും അടുത്തതിൻ്റെ ഗ്രാവിറ്റേഷൻ മാസ് കുറവുമാണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് എന്താ ചെയ്യുക? ഒന്ന് കൂടുതൽ ആക്സലേഷനോട് കൂടി താഴ്ത്തു വരണം, മറ്റു കുറഞ്ഞ ആക്സലേഷനോട് കൂടി താഴ്ത്തു വരുള്ളൂ. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റുകൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഓബ്ജക്റ്റ് ഇനേർഷ്യൽ ഈ എർത്തിൻ്റെ ഫ്രെയിമിലാണോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന എഫക്റ്റ് ആണോ അതിലുണ്ടാവുന്നത്, അല്ലെങ്കിൽ ആക്സലേഷൻ കൊണ്ടുണ്ടാവുന്ന എഫക്റ്റ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. That means it is not is violating the principle of equivalence. പക്ഷേ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് നമ്മൾ ഓരോ ഓബ്ജക്റ്റിൻ്റെ കേസിലും വയലേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. സോ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ട്രൂ എവരിവെയർ. എക്സ്പെരിമെൻ്റായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോഴും നമ്മൾ കണ്ടത് ഗ്രാവിറ്റേഷണൽ മാസ് ഈസ് ഈക്വൽ ടു ഇനേർഷ്യൽ മാസ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗ്രാവിറ്റേഷൻ മാസും ഇനേർഷ്യൽ മാസും രണ്ടായിരുന്നെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. എന്ത് കണ്ടുപിടിക്കാമായിരുന്നു? നമ്മൾ നിൽക്കുന്ന ഒരു ആക്സലേറ്റിംഗ് ഫ്രെയിമിലാണോ ഇനേർഷ്യൽ ഫ്രെയിമിലാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കും, നോൺ ആക്സലേറ്റിംഗ് ഫ്രെയിമിലാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ആക്സലേറ്റിംഗ് ഫ്രെയിമിലാണോ നമ്മളൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ it is found that the gravitational mass is equivalent to inertial mass.
ദർ ഇസ് ആൻ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, 2-3 എക്സ്പെരിമെൻറ്റുകളുണ്ട്. ഒന്ന്, ന്യൂട്ടൺ tried to investigate the equivalence of inertial and gravitational bias by studying the period of a pendulum with interchangeable bobs. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം നമ്മളിങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. മാസ് എന്തെങ്കിലും എം എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി the weight is acting in the downward direction. m g എന്ന് എഴുതുമ്പോൾ g is acceleration due to gravity there. പക്ഷേ അതിൻ്റെ മാസ് എഴുതുമ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ മാസ് ആണ് അതിൽ ആക്ട് ചെയ്യുക. എം ജി ആർ ഇൻറ്റു എം സഫിക്സ് ജി ആർ ഇൻറ്റു ജി എന്നാണ്. ഇതിനെ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. പക്ഷേ അതിൻ്റെ ഒരു കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. അതെന്തായിരിക്കും? എം സഫിക്സ് ജി ആർ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് കമ്പോണൻറ്റ് വിൽ ബി എം ജി ആർ സൈൻ തീറ്റ. എം ജി ആർ, എം സഫിക്സ് ജി ആർ സൈൻ തീറ്റ, എം ഇൻറ്റു ജി ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ദിസ് വെയിറ്റ് ഈസ് എം ജി ആർ ഇൻറ്റു ജി സൈൻ തീറ്റ. എം ജി ആർ ഇൻറ്റു the restoring force is mgr into mgr എന്നുള്ള നൊട്ടേഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ക്യാപിറ്റൽ എം എഴുതാം. mgr into g sin theta is a restoring force. When the displacement theta is small, sin theta can be approximately equal to, can be taken as theta. So this becomes mgr into g into theta. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Okay. Now, if this restoring force is this, F is equal to, നമുക്ക് റിസ്റ്റോറിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിനെ മൈനസ് സൈൻ എന്ന് കൊടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് ട്രൈങ് ടു കം ബാക്ക് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് എം ജി ആർ ഇൻറ്റു ജി സൈൻ തീറ്റ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദിസ്. ന്യൂട്ടന്റെ ലോ അനുസരിച്ച് ഈ ഫോഴ്സിനെ നമുക്ക് എന്ത് എഴുതാം? മാസ് ഇൻറ്റു ആക്സലറേഷൻ. പക്ഷേ അവിടെ എടുക്കുന്ന മാസ് എന്തായിരിക്കണം? ഇനേർഷ്യൽ മാസ്. m inertial into acceleration. What is this acceleration? v is equal to r omega. So dv by dt ഇതാണ് acceleration. dv by dt is equal to r എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ഓഫ് ദി പെൻഡുലം ആണ് കേട്ടോ. ഈ കേസിൽ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻറ്റു ഒമേഗ. ലെങ്ത് ഓഫ് ദി പെൻഡുലം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ കേസിൽ l ഇൻറ്റു ഒമേഗ എന്ന് എടുക്കും. L into d omega by dt. So dv by dt is equal to L into theta dot. Theta double dot. Theta double dot. So acceleration is equal to L into theta double dot. So in case we can write it as m inertial into L into theta double dot is equal to minus mg into g sin theta. When theta is small, sin theta equal to theta എന്ന് എഴുതാം. So we will get m minimum into L theta dot. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ മൈനസ്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മൈനസ് എം ജി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ പ്ലസ് എം ജി ആവും. പ്ലസ് എം സഫിക്സ് ജി ഇൻറ്റു ജി തീറ്റ. ജി ഇൻറ്റു ജി തീറ്റ. So this is that equation. പക്ഷേ ഈ കേസിലുള്ള m inertial into ഫോഴ്സിന്റെ എക്സ്പ്രഷനിൽ വരുന്ന ഇക്വേഷൻ വരുമ്പോൾ m inertial into L into theta dot, ആ m inertial എന്ന് പറഞ്ഞാൽ ഇനേർഷ്യൽ മാസ് ആണ്. So we will get m inertial into L theta dot plus mg into g theta equal to 0. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് കിട്ടും. പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് കിട്ടുന്നത് t is equal to 2 pi root of L by G into root of, ഓക്കെ ഇതിൻ്റെ ഉള്ളിലല്ല റൂട്ട്,
ഇക്വേഷൻ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി ബൈ എം മിനിമം ജി ബൈ എൽ ഇൻറ്റു തീറ്റ ഈക്വൽ ടു 0. ഇപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഒമേഗയാണ്. ഒമേഗ ഈസ് ഈക്വൽ 2π/t. So t is equal to okay, there is g by l. Okay, mg by m into g by l. Okay, that is t is equal to 2π/omega. Sorry, omega squared is equal omega is equal to π/t. T is equal to 2π/omega. So in this quantity, this is equal to omega squared. So omega is equal to root of mg by n into root of g by l. So t is equal to 2π into root of omega denominator varum g by l, sorry, l by g into m in by m g. That is the period of the simple pendulum. ഇപ്പോൾ ന്യൂട്ടൺ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഗ്രാവിറ്റേഷണൽ മാസുള്ള പല പല ഓബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ് കണ്ടു. എന്നിട്ട് ഈ എക്സ്പെരിമെൻറ്റിൽ ഈ പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്ന് ശ്രമിച്ചു. പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കി. എം ഇൻ ബൈ എം ജി ഇനേർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും വ്യത്യാസം ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ ടിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ലെങ്ത് ആൻഡ് ദി ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പല പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടും ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് ഗ്രാവിറ്റേഷണൽ മാസ് ഈസ് ഈക്വൽ ടു ഇനേർഷ്യൽ മാസ്. ഇതിന് വേറൊരു ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റും കൂടി നമ്മൾ പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം എക്സീഡ് ചെയ്ത് പോവും. എനിക്ക് അടുത്ത അവർ വരെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ.